ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഓരോ മുസ്ലിം പണ്ഡിതന്മാരുടെ വീട്ടിലും ഓരോ എക്സ് മുസ്ലിം വളർന്നു വരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ മതം എന്താണ് എന്ന് ശരിക്കും അവർ മനസ്സിലാക്കുവാണ്. നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് വസ്തുതകളിൽ ഊന്നിയ മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോൾ, നിങ്ങൾ വാടകയ്ക്ക് ആളെ ഇറക്കി നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്തിനാണ് 5, 10, 14 വർഷങ്ങൾ പഠിച്ച് അറബി കോളേജുകളിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ദർസുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നു, ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുന്നു, എന്നിട്ട് ദാരിമിയും സുല്ലമിയും ബാക്കവിയും ഹുദവിയും ഒക്കെയായി നിങ്ങൾ ഈ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്? എന്തിന്? ഇസ്ലാം എന്ന മതത്തെ വളർത്താൻ, ഈ മതം പ്രചരിപ്പിക്കാൻ, മുസ്ലിങ്ങളെ സാമുദായികമായി പരിഷ്കരിക്കുക എന്ന വലിയ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തേ നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടികൾ ഇല്ലാതാകുന്നത്? ഖുർആനിൽ നിന്നാണല്ലോ കാര്യങ്ങൾ വസ്തുതകളോടുകൂടി പറയുന്നത്. ഇക്കഴിഞ്ഞ 2 ദിവസം ലൈവിന് വരാൻ എനിക്ക് പറ്റിയില്ല. അതിന്റെ മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഇസ്രായിനെയും മിഅ്റാജിനെയും സംബന്ധിച്ച് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സമർത്ഥിച്ചത്. ഏതാണ്ട് ഒരു 2-3 മണിക്കൂറുകളോളം വരും ആ ചർച്ച. 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് ഞാൻ ഇതേ വിഷയം തന്നെ ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ ആരെയും തന്തയ്ക്ക് വിളിച്ചിട്ടില്ല, അനാവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല, പുലഭ്യം പറഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ പഠിച്ച സംസ്കാരത്തിൽ പെട്ടതുമല്ല. എന്നെ അങ്ങനെ എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് എനിക്കതറിയില്ല. പക്ഷേ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ വരുന്നത് തെറി വിളിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അത് നിങ്ങളുടെ സംസ്കാരം. പിന്നെ ഇതുകൊണ്ടൊരു ഗുണമുണ്ട്. ഒന്നുമല്ലെങ്കിൽ കുറച്ച് കാഫിറുകൾക്കെങ്കിലും കാക്കാമാരുടെ സംസ്കാരം, മുഹമ്മദിയൻ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഇപ്പോ എല്ലാ ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹമാസ് നേതാവിന്റെ മകനടക്കം എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി മതം ഉപേക്ഷിക്കുവാണ്. ബംഗ്ലാദേശിലെ മതപുരോഹിതന്മാരുടെ മക്കളുവരെ ആ മതം ഉപേക്ഷിക്കാനും സനാതന ധർമ്മത്തിലേക്ക് നീങ്ങാനും കാരണം അവരുടെ ആ സംസ്കാരമാണ്. കാഫിറുകൾ മുന്നിൽ കിടന്ന് പിടയുമ്പോഴും അവർക്ക് പ്രധാനം വിശ്വാസമാണ്. അതൊരു മനുഷ്യനാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കരങ്ങളാൽ അവർ പീഡിപ്പിക്കപ്പെടേണ്ടവരാണ്. അവരുടെ വേദന വേദനയായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളുടെ തലയെടുക്കാൻ ഇവർക്ക് കഴിയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞും സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് അവരെ കാഫിറിന്റെ കണ്ണിൽ, വിശ്വാസിയുടെ കണ്ണിൽ മതത്തിന്റെ കണ്ണട വെച്ചിട്ട് കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളല്ല. ഇപ്പോ ഹമാസ് നേതാവിന്റെ മകന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. കാണാത്തതും കേൾക്കാത്തതും ഹമാസിനോട് ലോകം ഇപ്പോൾ മനസ്സാ നന്ദി പറഞ്ഞേക്കും. ഒരു വശത്ത് ഇസ്രായേലിനെ പലതിന്റെയും കുറ്റിയേറുക്കാൻ സ്വന്തം അതിക്രമവും ദുഷ്ടതയും നിമിത്തം അവസരം നൽകിയതിന്റെ പേരിൽ ഹമാസ് എന്താണെന്ന് ലോകത്തിന് ഇപ്പോൾ അറിയാം. 14 മാസം മുമ്പ് ഇസ്രായേലിനോട് ചെയ്തതും 14 മാസമായി ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സകലതിനും ഉത്തരവാദി ഗാസയും വെസ്റ്റ് ബാങ്കും റാഫയും ലെബനനും പിന്നിട്ട് ഇസ്രായേലിന്റെ പ്രഹരം സിറിയയിലും യമനിലും വരെ എത്തുമ്പോൾ ഇനി ഇറാൻ അടക്കം എവിടേക്കും എത്താമെന്നുള്ളപ്പോൾ അതിന്റെ എല്ലാം കാരണക്കാർ അത് മാത്രമാണോ ഹമാസ്? അല്ല. സോ ജനത്തെ പീഡിപ്പിക്കുന്നവരും പെരുങ്കള്ളങ്ങളുടെ സൃഷ്ടാക്കളും കൂടിയാണവർ. അവര് നാടകം ഫാബ്രിക്കേറ്റ് ചെയ്യുവാണ്. കുറെ പെയിന്റ് അടിച്ച്, കുറെ ഡോളുകളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ്, ദാ എന്റെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞ് പൊക്കി പിടിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കൈയും കാലും അനങ്ങുന്ന വീഡിയോ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. എന്തിനായിരിക്കും ജീവനോടെ ഇരിക്കുന്ന സ്വന്തം കുഞ്ഞിനെ കൈവെള്ളയിലെടുത്തിട്ട് അത് മരിച്ചു എന്ന് പറഞ്ഞ് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്? ഇത്രയ്ക്ക് നികൃഷ്ടരാണോ ഇവര്? ഡോളുകളെ എടുത്ത് കയ്യിൽ വെച്ച് ചുവന്ന ചായവും തേച്ച് തക്കാളി പേസ്റ്റിൽ മുക്കിയിട്ട് ദാ ഇസ്രായേലിലാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത് എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുന്നത്?
ഇതൊക്കെ IDF ഓരോ ഹിഡൻ ക്യാമറ വെച്ചിട്ട് കൃത്യമായി ഇവര് അണിയറയിൽ ഒരുങ്ങുന്നതടക്കം എടുത്ത് പുറത്തിടുന്നുണ്ട്. ഇതാണ് ഇവർ ഇത്രയും കാലമായി സമൂഹ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടത് വിദേശത്ത് നിന്നുള്ള പണം മാത്രമാണ്. എല്ലാ കാലത്തും മറ്റുള്ളവരോട് തെണ്ടിയും യാചിച്ചും മാത്രം ശീലിച്ചിട്ടുള്ള ആളുകൾ. പലസ്തീൻ എല്ലാ കാലത്തും യാചക മേഖലയായിട്ടാണ്, യാചക രാജ്യമായിട്ടാണ്, പലസ്തീനികളെ തെണ്ടികളായിട്ടാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും വിലയിരുത്തുന്നത്. ഗാസയിൽ വംശഹത്യ നടത്തിയെന്ന പ്രചാരണവും ഗാസയിലെ യുദ്ധമരണം സംബന്ധിച്ച വ്യാജ കണക്കും വെളിപ്പെട്ട ഉദാഹരണങ്ങളാണല്ലോ. ഗാസയിലെ യുദ്ധമരണത്തെ സംബന്ധിച്ച ഹമാസിന്റെ കണക്ക് വ്യാജമെന്ന് UK ഹെൻറി ജാക്സൺ സൊസൈറ്റി HJS പറയുന്നു. വംശഹത്യ എന്ന പെരുങ്കള്ളം പ്രചരിപ്പിച്ചവർ ഈ കള്ളക്കണക്കും പ്രചരിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ലോകത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പാലസ്തീനുകളെ തന്നെ നിഷ്ഠൂരമായി ദ്രോഹിച്ചിട്ടും ഹമാസിനെ തിരിച്ചറിയാത്ത നിരക്ഷരർ ഉണ്ടെന്നത് വിസ്മയം തന്നെയല്ലേ? അല്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിസ്മയമാണ്. പക്ഷേ നമ്മുടെ ഹമാസ് ഫാൻസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, അവർക്ക് ഇവര് പോരാളികളാണത് വേറെ. സ്വന്തം ജനതയെ രക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട, വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യപ്പെട്ട ഒരു ഭരണകൂടം അവരുടെ കാലന്മാരായി മാറുന്നു. സ്വന്തം ജനതയെ തന്നെ പരിചകളാക്കി അവർ സ്വയം രക്ഷപ്പെടുന്നു. ഗർത്തങ്ങളിലുള്ളത് പലസ്തീനികളല്ല, ഹമാസ് നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ഇസ്രായേലിൽ എന്തെങ്കിലും തരത്തിൽ അപകട സൂചനയുണ്ടെങ്കിൽ അവിടെയായിട്ട് ടണലുകൾ തുറക്കപ്പെടും സാധാരണക്കാരന് പോയി ഒളിച്ചിരിക്കാൻ. പക്ഷേ ഗാസയിൽ തുറക്കുന്ന ടണലുകൾ പലസ്തീനികൾക്ക് രക്ഷപ്പെടാനുള്ളതല്ല, അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. മറിച്ച് ഹമാസ് ഭീകരർക്ക് അവരുടെ കുടുംബങ്ങളും ഒത്തുപോയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളാണ്. ആശുപത്രികളിൽ, അഗതി മന്ദിരങ്ങളിൽ, ടെന്റുകളിൽ, നഴ്സറികളിൽ, ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അടക്കം കാക്കാമാര് പോയിരിക്കുവാണ്. ഹമാസ് കാക്കാമാര് പോയി ഒളിച്ചിരിക്കുമ്പോൾ ആ ഹമാസ് നേതാവിനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന് പ്രതിജ്ഞയെടുത്ത ഇസ്രായേലിൽ ഇറങ്ങിത്തിരിക്കും. ഇസ്രായേലരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്ന 100 നിരപരാധികൾ കൊല്ലപ്പെട്ടാലും ശരി, ആ ഒരു അപരാധിയായ ഹമാസ് ഭീകരൻ രക്ഷപ്പെടരുത്. കാരണം അവൻ ഏറ്റവും അപകടകാരിയാണ്. അവൻ രക്ഷപ്പെട്ടാൽ ഈ ലോകത്തിന് തന്നെ നാശമുണ്ടാക്കാൻ അവന് സാധിക്കും. അതുകൊണ്ട് അവനെ കീഴ്പ്പെടുത്തുക എന്ന ദൗത്യവുമായി ഇസ്രായേലർ അവൻ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടെ ആക്രമിക്കും. അപ്പോൾ ആരാ പെട്ടുപോകുന്നത്? കുറെ സാധാരണക്കാരായിട്ടുള്ള പലസ്തീനികൾ. അപ്പൊ സ്വന്തം ജനതയെ കൊലയ്ക്ക് കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചതാരാണ്? ഐക്യരാഷ്ട്രസഭയിലെയും അന്താരാഷ്ട്ര കോടതിയിലെയും ഇസ്രയേൽ വിരുദ്ധ പാലസ്തീൻ പക്ഷ കോമഡിക്കാർ മുതൽ കേരളത്തിലെ രാഷ്ട്രീയ മുഖമൂടികൾ വരെ ഇന്ത്യൻ പാർലമെന്റിൽ പാലസ്തീൻ പ്രണയത്തിന്റെ സഞ്ചിയുമായി കടന്നു ചെല്ലുന്നവരും, വസ്ത്രത്തിന്റെ പേരിൽ ഇറാനിയൻ പെൺകുട്ടികൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്ത ഖമനേയി രാഷ്ട്രത്തെ കുറിച്ച് മിണ്ടാതെ സ്വന്തം അസ്ത്രാവകാശം എടുത്തു പറയുന്നവരും വിസ്മയങ്ങൾ തന്നെയല്ലേ? ആ നിരക്ഷര. പിന്നൊരു കാര്യമുണ്ട്, ഇറാൻ എന്ന രാജ്യത്ത് വാൾത്തലപ്പ് കണ്ടു വളർന്നവരാണവർ. തോക്കിൻ മുമ്പിലാണ് അവര് പിച്ച വെച്ചിട്ടുള്ളത്. മിസൈലുകളും റോക്കറ്റുകളും വിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങൾക്ക് മുന്നിലൂടെയാണ് അവർ കളിച്ചു നടക്കുന്നത്. അതുകൊണ്ട് അവരെ ചെറിയ ചെറിയ ഇത്തരം കാര്യങ്ങളൊന്നും കാണിച്ചിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല. ഇസ്ലാമിക രാജ്യമായ ഇറാനില് ആ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നിയമങ്ങളെ എതിർത്താൽ, ആ നിയമങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ ലംഘിക്കുകയോ ചെയ്താൽ തല പോകുമെന്നുറപ്പുണ്ടായിട്ട് പോലും അവിടെ എതിർത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല? എനിക്ക് എൻ്റെതായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്. മഹ്സ അമിനി എന്ന് പറയുന്ന 22കാരിയുടെ നീതിക്കു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വലിയ ഒരു വിഭാഗം സ്ത്രീകളെയും കുട്ടികളെയും ജയിലുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ഒരുപാട് ആളുകളുടെ നെഞ്ചിൽ തുളയിടാൻ ഇറാനിയൻ സർക്കാരിന് സാധിച്ചു. അതിനുശേഷമാണ് കലാലയത്തിൽ ഒരു പെൺകുട്ടി വെറും അടിവസ്ത്രം മാത്രമിട്ട് മഹ്സ അമിനിയുടെ നീതിക്ക് വേണ്ടി പോരാടി കാണിച്ചത്.
അവർക്ക് ജീവിച്ചാലും ധീരമായി, മരിച്ചാലും ധീരമായി അവരെ ഭയപ്പെടുത്താൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല എന്നവരെ തെളിയിക്കുക. സമയങ്ങളോട് ഹമാസിന്റെ മകൻ തന്നെ പറയട്ടെ ഹമാസ് ആരാണെന്നും എന്താണെന്നും, അവരുടെ ദുഷ്ടതയും കള്ളവും എത്രയെന്നും. ആരാണ് ഹമാസിന്റെ മകൻ? മസാബ് ഹസൻ യൂസഫ് അഥവാ മൊസാബ് ഹസൻ യൂസഫ് ഹമാസിന്റെ 7 സ്ഥാപക നേതാക്കളിൽ ഒരാളും വെസ്റ്റ് ബാങ്കിലെ ഇസ്ലാമിക പണ്ഡിതനുമായ ഹമാസ് ബന്ധത്തിന്റെ പേരിൽ നിരവധി വർഷം തടവിലായിരുന്ന ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ പുത്രൻ, ഒരു ഇമാമിന്റെ ചെറുമകൻ, ജോർദാനിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകരിൽ ഒരാളായ ഇബ്രാഹിം അബു സലീമിന്റെ സഹോദരി പുത്രൻ, സൺ ഓഫ് ഹമാസ് എന്ന ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറിലൂടെ ഹമാസിന്റെയും PLOയുടെയും ദുഷ്ടതയും അവർ നിമിത്തം പാലസ്തീനികൾ അനുഭവിക്കുന്ന കൊടും ദുരിതവും മൊസാബ് ലോകത്തെ അറിയിച്ചു. ഒരിക്കലുണ്ടായിരുന്ന ഹമാസ് ബന്ധവും യൂഥവിരോധവും വിട്ടു ഹമാസിന്റെ ദുഷ്ടതകളെ വിലക്കാത്തതും പിന്തുണയ്ക്കുന്നതുമായ ഖുറാനിക ദൈവ സ്വരൂപത്തെയും ഇസ്ലാം മതവും ഉപേക്ഷിച്ച് ക്രൈസ്തവരായി. പിന്നീട് കുടുംബത്തെ വിട്ട് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം നേടി. യേശുക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ചതിനാൽ സ്വപിതാവിനാൽ തള്ളിപ്പറയപ്പെട്ടതും മൊസാബ് പറയുന്നു. യുദ്ധവിരുദ്ധതയിൽ ഇസ്രായേലികളുടെ വാഹനത്തെയും ഇസ്രായേലി സൈനിക വാഹനത്തെയും കല്ലെറിഞ്ഞ് ആവേശം കൊണ്ട ബാലൻ, പിന്നീട് ഇസ്രായേലി സൈനികരുടെ തടവിലായ ചെറുപ്പക്കാരൻ, സ്വന്തം പിതാവ് പോലും മനസ്സിലാക്കാത്ത ഭീകര മുഖമുള്ള ഹമാസിന്റെ കാപട്യവും ദുഷ്ടതയുമാണ് തടവിലായിരിക്കെ മൊസാബ് കണ്ടതും കേട്ടതും. അതിൽ മൊസാബിനെ ഏറ്റവും നടുക്കിയത് തടവ് ക്യാമ്പിൽ ഹമാസിന്റെ ചില നേതാക്കൾ ഹമാസിന് വേണ്ടി സഹതടവുകാരായ പാലസ്തീനികളെ തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ച് ജീവച്ഛവങ്ങളാക്കിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ, നഖത്തിനടിയിൽ സൂചി കയറ്റുക, ദേഹത്തു വെച്ച് പ്ലാസ്റ്റിക് കത്തിച്ചുരുക്കുക തുടങ്ങിയ ക്രൂരതകൾ. ഇരകളുടെ രോദനങ്ങളും നിലവിളികളും തന്നെ തളർത്തിയ അനുഭവം മൊസാബ് വിവരിക്കുന്നു. ഈ ഇരകൾ ഷിൻബെത്തിന്റെ കൊളോബാറ്റർമാരെന്ന് ഹമാസ് ദാതാക്കൾ സംശയിച്ചു എന്നത് മാത്രമായിരുന്നു രാക്ഷസീയ കൃത്യത്തിന് കാരണം. ഇങ്ങനെ ദ്രോഹിക്കപ്പെട്ടവരൊന്നും യഥാർത്ഥത്തിൽ ഒറ്റുകാരായിരുന്നില്ല എന്ന് മൊസാബ് പറയുന്നു. മൊസാബ് ഹസൻ യൂസഫിന്റെ ചരിത്രം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹമാസിന്റെ ഉന്നതരായ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഹസൻ യൂസഫ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പള്ളിയിലെ ഇമാമു കൂടിയായിരുന്നു. കുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഹമാസ് ഭീകരർക്ക് വേണ്ടുന്ന പ്രചോദനം നൽകുകയും ലോകം മുഴുവനും ഇസ്ലാം മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി നേതാക്കന്മാരിലും ഓരോരുത്തരായിരുന്നു ഹസൻ യൂസഫും അദ്ദേഹത്തിന്റെ പിതാവും. ആ കുടുംബത്തിൽ നിന്നൊരാൾ ഇസ്ലാമിനെ ഇവര് എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇസ്ലാം ഉപേക്ഷിക്കുകയാണ്. പാവങ്ങളായ നിരപരാധികളായ നിസ്സഹായരായ മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്ന് വളരെ ക്രൂരമായും നിന്ദ്യമായ രൂപത്തിലും അവരെ ഉപദ്രവിക്കുന്നു. അവര് ജീവനു വേണ്ടി നിലവിളിക്കുന്നത് കണ്ടുകൊണ്ട് നിന്ന ആ 6, 7, 8 വയസ്സുകാരൻ കൗമാരപ്രായത്തിലെത്തുമ്പോൾ കാണുന്നത് ആ പാവങ്ങളുടെ നഖത്തിന്റെ ഇടയ്ക്ക് സൂചി കയറ്റുന്നതും അവരുടെ ശരീരത്തിന്റെ മുകളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതും ഒക്കെയാണ്. അതൊക്കെ കണ്ടു മനസ്സുമടുത്ത് ഒരിക്കൽ മൊസാബ് ഹസൻ യൂസഫ് അദ്ദേഹത്തിന്റെ പിതാവായ ഹസൻ യൂസഫിനോട് ചോദിക്കുന്നു, വാപ്പ ഇവര് മനുഷ്യരല്ലേ? എന്തിനാ, അദ്ദേഹത്തിന്റെ ആത്മകഥയിലുണ്ടത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അവര് കാഫിറുകളാണ്, അവർ ചാരവൃത്തി ചെയ്തു, അവർ ചെയ്തു എന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെയ്താൽ ചെയ്തെന്ന് പറയും, ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലോ ഈ ക്രൂരതയും പീഡനവും കാരണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും നീ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയിടത്ത് നിന്ന് മൊസാബ് ഹസൻ ചിന്തിച്ചു തുടങ്ങി. ആ ചിന്തയിൽ നിന്നാണ് ഇസ്ലാം ഇത്രയ്ക്കാണോ കാരുണ്യം കാഫിറുകളോട് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് പടച്ചവൻ തൻ്റെ സൃഷ്ടികളിൽ ജാതിയും മതവും വേർതിരിവുകളും സൃഷ്ടിച്ചത്? അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഇവരെയൊക്കെ അങ്ങ് വിശ്വാസികളാക്കാമായിരുന്നില്ലേ എന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാരന്റെ ചിന്താഗതിയിലേക്ക് മൊസാബ് ഹസൻ യൂസഫും എത്തിച്ചേരുന്നു. അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യർ, അവർക്കിടയിൽ വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും കാഫിറെന്നും നിരീശ്വരവാദിയെന്നും ഒക്കെ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് അവർക്ക് നരകം വെച്ച് വിതരണം ചെയ്യുന്ന ഒരു പടച്ച റബ്ബിനെ കാരുണ്യവാനെന്ന് വിളിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് ഈ മതം ഉപേക്ഷിക്കുകയാണ് മൊസാബ് ഹസൻ യൂസഫ്. നന്ദി.